ഓൾഡ് ടഫോർഡ് ചുവക്കുകയായിരുന്നു. സ്നേഹവാക്യം കൊണ്ട് അദ്ദേഹം നിറയുകയായിരുന്നു. ആരാധകരുടെ ആത്മവിശ്വാസവും സന്തുഷ്ടമായ വഴിയിലൂടെ നീങ്ങാനുള്ള കഴിവും ആരാധക കൂട്ടങ്ങളെ സന്തോഷപ്പെടുത്തുന്ന വാക്യങ്ങളും സന്തോഷപ്പെടുത്തുന്ന സ്കില്ലുകളും സന്തോഷപ്പെടുത്തുന്ന ഗോളുകളും എന്നിങ്ങനെയെല്ലാമായി റൊണാൾഡോ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ലോക ഫുട്ബോളിൽ കുറേ ക്ലബിന് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മികച്ചൊരു ക്ലബ്ബ് തന്നെയായിരിക്കും യുണൈറ്റഡിന് വേണ്ടി ബൂട്ട് കെട്ടിയപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം ആദ്യം യുണൈറ്റഡിൻ്റെ ജേഴ്സിയിൽ കളിച്ചപ്പോഴും പിന്നീട് അദ്ദേഹം തിരിച്ച് യുണൈറ്റഡിൻ്റെ ജേഴ്സിയിലേക്ക് തന്നെ വന്നതും ഇതെല്ലാം അതെൻ്റെ ആഗ്രഹമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഈ വർഷം അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നേടാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന് മറികടക്കാനുണ്ടാകും. ലോക ചരിത്രത്തിലെ പല റെക്കോർഡുകളും അദ്ദേഹം മറികടന്നിട്ടുമുണ്ട്. അത് ഇതുവരെ എത്ര ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടുള്ളത്? അത് നമ്മൾ ഏറ്റവും മികച്ച സ്കില്ലുകളും ഏറ്റവും മികച്ച ഗോളുകളുമെല്ലാം ലാലിഗയിൽ തന്നെ കണ്ടതാണല്ലോ. റയൽ മാഡ്രിഡിന് വേണ്ടി ആ ചരിത്രത്തിൽ 774 ഗോളുകൾ അദ്ദേഹം തൻ്റെ കരിയറിൽ നേടുകയും ചെയ്തു. ഇതിനല്ലേ റിവാഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടാനുള്ള കഴിവ് അനുസൃതമായി ഈ വർഷം നേടാനുള്ള ഒരു ക്വാറ്റ് എന്നറിയപ്പെടുന്നത് റൊണാൾഡോയുടെ ക്ലബിന് തന്നെയായിരിക്കും. സുന്ദരമായ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നതും രണ്ട് ടീമിൽ ഇടം പിടിച്ച പല താരങ്ങളും ഇന്ന് മികച്ച താരങ്ങൾ തന്നെയാണ്. അവരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട്. യുണൈറ്റഡിൻ്റെ ആ ചുവപ്പ് ജേഴ്സിയിൽ സുന്ദരമായ നിമിഷങ്ങൾ കാഴ്ചവെക്കുന്ന റൊണാൾഡോ ഏതൊരു മികച്ച കളിയിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തതുമില്ല. അതെ, ഇന്ന് ലോക ചരിത്രത്തിലെ പല റെക്കോർഡുകളും അദ്ദേഹം മറികടന്നിട്ടുണ്ട്. ഇനി മറികടക്കാനുള്ളത് എന്ത് റെക്കോർഡുകളാണെന്നും നാം പറയേണ്ടി വരും. അതെ, ഏറ്റവും കൂടുതൽ ഗോളുകൾ റയൽ മാഡ്രിഡിന് വെച്ച് ഏറ്റവും കൂടുതൽ ഗോൾ നേടുകയും അദ്ദേഹം തന്നെയാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കരീം ബെൻസിമയാണ്. സ്ഥാനത്തേക്കുന്ന റൊണാൾഡോ അദ്ദേഹം നേടിയത് ഏകദേശം 436 ഗോളുകളാണ് അന്ന് റയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ വല തുറച്ചത്. ചിത്രം അദ്ദേഹത്തിന്മേലെ ഉയർത്തി വരികയായിരുന്നു. എല്ലാവരുടെയും ആത്മവിശ്വാസങ്ങളും അദ്ദേഹത്തിന് മേൽ ഉയർത്തുകയായിരുന്നു. എല്ലാ കളിയും പോയി എന്ന് വിചാരിച്ചെടുത്തുന്ന അദ്ദേഹം അവരെയെല്ലാം ഒരു സ്വപ്നവാതിൽ പോലെ അദ്ദേഹത്തെ കോട്ടവാതിൽ പോലെ അവരെ മുൻഗണനത്തിലേക്ക് ഉയർത്തിക്കൊടുന്നപ്പോഴും അതെല്ലാം ഒരു മികച്ച താരത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്ന് തന്നെയായിരുന്നു. ചരിത്രം എപ്പോഴും അദ്ദേഹത്തിന് മേൽ ഉയർത്തി നിൽപ്പാനോ ശ്രമിക്കാറുള്ളത്. ഒരിക്കലും പരാജയത്തിൻ്റെ ഭീതിയിലേക്ക് ഉയർത്താനുള്ള അദ്ദേഹത്തിന് കഴിയുമെന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ലോകം ഒരിക്കലും അദ്ദേഹത്തിന് മേൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവില്ല. ലോകം അദ്ദേഹത്തിന് മേൽ ഉയർത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവുമില്ല. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവുമില്ല ഞാൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു മികച്ച താരമായി മാറുമെന്ന്. പക്ഷേ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി അത് നടക്കപ്പെടുകയും ചെയ്തു. ചരിത്രം എപ്പോഴും അദ്ദേഹത്തിന് മാറ്റിമറിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതെ, ഇതാണ് ലോക ഫുട്ബോൾ എന്നറിയപ്പെടുന്നത്. ലോക ഫുട്ബോളിൽ ഒരു താരത്തിന് ചെയ്യാൻ കഴിയുന്നതുമല്ലാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇന്ന് ഏതൊരു ഫുട്ബോൾ താരത്തിനെയും സംബന്ധിച്ച് അതെല്ലാം സുഖകരമായി നടക്കാനും കഴിയുന്നുണ്ട്. ലോക ചരിത്രം പലപ്പോഴും അത് റെക്കോർഡുകളായി തന്നെ മാറാറുമുണ്ട്. അത് ഇന്ന് മെസ്സിയെ പോലെയുള്ളതും റൊണാൾഡോ പോലെയുള്ളതും എംബാപ്പയെ പോലെയുള്ളതും ഇന്ന് മികച്ച താരങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സീസൺ തന്നെയാണിത്. ഈ സീസണിൽ മെസ്സിക്ക് ബാലൺ ഡോർ ലഭിച്ചതും വളരെ ആത്മവിശ്വാസം പകർന്നു റൊണാൾഡോ തൻ്റെ കൂട്ടുകാരന് വേണ്ടി സമ്മതം